വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ തന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളത്തിലാട്ടോ എൻ്റെ തുടക്കം. പിന്നെ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഉപ്പും സോഡാപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേദിവസം രാത്രി തന്നെ ഞാൻ മാവെല്ലാം അരച്ച് വെച്ചത് കാരണം രാവിലത്തേക്ക് നല്ല സെറ്റായി കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ കുക്കറിലോട്ട് കടലയും വെച്ച് ഒരടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് അപ്പം ചുട്ട് മാറ്റാനായിട്ട്. നമ്മുടെ കടല വെന്ത് കേട്ടോ. കടല വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതെടുത്ത് മാറ്റി താഴോട്ട് വെച്ചതിന് ശേഷം ആ അടുപ്പിലോട്ട് കട്ടൻ ചായക്കുള്ള വെള്ളമാണ് വെച്ചത്. വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പഞ്ചസാര ഇട്ട് കഴിയുമ്പോഴത്തേക്കും തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ തേയില ഇട്ട് കൊടുക്കും. തേയില ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാനത് എടുത്ത് ഇറക്കി വെക്കും. അങ്ങനെ ചെയ്യുന്നത്. അതവിടെ തിളയ്ക്കാൻ വെച്ചതിന് ശേഷം ഞാൻ അപ്പം വെന്ത് വന്നപ്പോഴത്തേക്ക് അതൊരു പാത്രത്തിലോട്ടാണ് മാറ്റുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കടലക്കറി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കടലക്കറിയൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് റിച്ചുവിനുള്ള അപ്പവും കടലക്കറിയൊക്കെ ഞാൻ വേറെ മാറ്റി വെക്കുക കേട്ടോ, സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ളത്. അതെല്ലാം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അവർക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കും. നമ്മൾ കൊടുത്തു വിട്ടാലും ഒരു 10 മണിക്ക് ഒരു ഫുഡ് കൊടുക്കും. അതിന് നമ്മൾ രാവിലത്തെ ഫുഡ് അങ്ങനെ കൊടുത്തു വിടാറാണ് പതിവ്. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ റിച്ചുവിന് എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് റൈഹാനും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേർക്കുള്ളത് മാറ്റി വെച്ചതിന് ശേഷം 2 പേരുടെയും ടൈം ടേബിളും കാര്യങ്ങളും ഞാൻ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. റൈഹാൻ്റെ എല്ലാം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അടുത്തത് റിച്ചുവിൻ്റെ ബാഗാണ് എടുത്തത്. റിച്ചുവിൻ്റെ ബാഗ് എടുത്തതിലേക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇതിന് ശേഷം വേണം റിച്ചുവിന് ഫുഡ് കൊടുക്കാനായിട്ട്. ഞാനിത് ചെയ്യുന്നിടയ്ക്ക് തന്നെ 2 പേരെയും പല്ല് തേക്കാനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. 2 പേരും പല്ല് തേച്ച് അകത്ത് വന്ന് ഇരിപ്പുണ്ട്. ടി വി ഒക്കെ ഇട്ട് ഇരിക്കും അവിടെ. ഞാൻ അന്നേരം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ എന്തായാലും 2 പേർക്കും ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ റിച്ചുക്കുട്ടൻ ചെറുതായിട്ട് കരയുന്നുണ്ട് കേട്ടോ. സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് 1 മാസത്തോളം ആയില്ലേ സ്കൂളിൽ പോയിട്ട്. അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ സമാധാനിപ്പിച്ചു. പിന്നെ ഞാൻ യൂണിഫോമൊക്കെ അയൺ ചെയ്തെടുക്കുന്നുണ്ട് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാനുള്ളത്. യൂണിഫോമൊക്കെ അയൺ ചെയ്ത് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം അതിനിടയ്ക്ക് കൂടെ കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചതിന് ശേഷം റിച്ചുകൂട്ടനെ കുളിപ്പിക്കാമെന്ന് കരുതി. റൈഹാൻ കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ റിച്ചുവിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര കരച്ചിൽ, സ്കൂളിൽ പോകുന്നില്ല. യൂണിഫോം ഇടാൻ തുടങ്ങിയ തൊട്ട് ഭയങ്കര കരച്ചില്ല കേട്ടോ, സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എന്തായാലും ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു. യൂണിഫോം ഇട്ട് കൊടുത്തിട്ട് ഇൻ ചെയ്യാനായിട്ട് പിടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇൻ ചെയ്യുന്നതിന് ഭയങ്കര പേടി കേട്ടോ. സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഉടുപ്പ് ഉള്ളിലോട്ട് കയറ്റുമ്പോൾ ഇടാൻ സമ്മതിക്കത്തില്ല, കരയാൻ തുടങ്ങും. വേണ്ട എന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഇൻ ചെയ്യില്ല, സാധാ രീതിയിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഒരുക്കി തലമുടിയൊക്കെ ഈരി പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. പൗഡറോടൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂത്ത ആൾ കുളിച്ചിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഉമ്മി എന്തിനാണ് യൂണിഫോം ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ അതെന്താടാ യൂണിഫോം അല്ലേ ഇട്ടുകൊണ്ട് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് യൂണിഫോം അല്ല, ഇന്ന് ബുധനാഴ്ചയാണ്. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ഞാൻ ഇന്ന് ബുധനാഴ്ചയാണെന്നുള്ള കാര്യം മറന്നുപോയി കേട്ടോ. അതുമാത്രമല്ല, ഇന്ന് ലഞ്ചും രാവിലത്തെ ഫുഡും കൊടുത്തു വിടണ്ടേ. ഇന്ന് സ്കൂളിൽ ഫുഡ് ഉണ്ടായിരുന്നു, അതും ഞാൻ മറന്നുപോയി കേട്ടോ. ഇത് മൂത്ത ആൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ അവനിക്ക് യൂണിഫോം മാറ്റി കളർ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഞാനും ഒരുങ്ങി. ഞങ്ങൾ എന്നിട്ട് നേരെ സ്കൂളിലേക്ക് പോയി. അങ്ങനെ എന്തായാലും സ്കൂളിൻ്റെ വാപ്പാണ് ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ കയറി മാസ്ക് വാങ്ങിക്കണമായിരുന്നു. സ്കൂളിൽ മാസ്ക് വെച്ച് വേണം വിടാനായിട്ട്. അങ്ങനെ മാസ്കൊക്കെ വാങ്ങിച്ച് നേരെ സ്കൂളിൽ കൊണ്ടുപോയി ടീച്ചറിനെ ഏൽപ്പിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് മീനൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടണമായിരുന്നു. രാവിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും വിരിച്ചിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കിയിട്ടു. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വന്നപ്പോഴത്തേക്കും അടുക്കള കിടക്കുന്ന കോലം കണ്ടോ. ഇനി ഞാൻ വിചാരിച്ചു എന്നാൽ ഫുഡൊക്കെ കഴിക്കാമെന്ന്. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയിടാമെന്ന് കരുതി. ഫസ്റ്റിലെ ഞാൻ പാത്രമൊക്കെയാണ് കേട്ടോ കഴുകി വെച്ചത്. പാത്രം കഴുകുന്ന സമയത്ത് ഉമ്മ അരി വെക്കാനുള്ളത് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അരി അടുപ്പ് ഇട്ടു. ആ സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റിയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് ഇട്ടു. അവിടെ എല്ലാം തൂത്തെല്ലാം വൃത്തിയാക്കി അവിടുത്തെ എല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ പാചകം മൊത്തം വൃത്തിക്ക് തൂത്ത് മാറ്റി. അതിന് ശേഷം
ഗ്യാസിൻ്റെ പുറവും എല്ലാം തുടച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുക്കളയും നമ്മുടെ വർക്ക് ഏരിയ ഒക്കെ ക്ലീനാക്കി. ഉമ്മ അപ്പോഴത്തേന് മീനൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ തുണിയൊക്കെ കഴുകി അകത്ത് കയറി. തുണി കഴുകുന്നിടത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും തുണിയെല്ലാം കഴുകി മേളിലൊക്കെ കൊണ്ടുവിട്ടിട്ട് അകത്ത് കയറിയിട്ട് നമ്മുടെ പെരയൊക്കെ ഒന്ന് തൂത്തുവാരിയിടാന്ന് കരുതി. ഞാൻ സിറ്റ് ഔട്ടും 2 റൂമും തൂത്തതിന് ശേഷമാണ് ഹാള് തൂക്കാനായിട്ട് കയറിയത്. ഹാളും തൂത്ത് പിന്നെ അടുക്കളയും തൂത്തതിന് ശേഷം നമ്മുടെ വർക്ക് ഏരിയയും തൂത്തിറക്കി. എല്ലാം തൂത്തിറക്കി മാറ്റിയതിന് ശേഷം വേണം നമ്മുടെ കിളിക്ക് ഫുഡ് കൊടുക്കാൻ. കിളിക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ എന്തായാലും നേരെ പോയി നമ്മുടെ കിളിക്ക് ഫുഡൊക്കെ കൊടുത്തു. നമ്മുടെ വീഡിയോസ് ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നിടം വഴിക്കും ടാറ്റാ ബൈ ബൈ, സീ യു.